വിളപ്പിൽശാലയിലെ ചികിത്സാ നിഷേധം ഉൾപ്പെടെ ഉയർത്തി പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം ഇപ്പോൾ സഭയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസാരിക്കുന്നു. തത്സമയം മൈനർ സർജറി സർ 920 മൈനർ സർജറി നടക്കുന്ന സ്ഥലമാണ് പാലക്കാട് ആശുപത്രി. ഒരു വർഷം 562 മേജർ സർജറിയും 9412 മൈനർ സർജറികളും നടക്കുന്നുണ്ട് സാർ. ഇപ്പൊ അവിടെ ഈ കുഞ്ഞിന്റെ ഒരു വിഷയത്തിൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടയുടനെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തി സർക്കാരിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അതിന് പ്രശ്നമുണ്ട് എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്തിരുന്നു സർ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇത് വീണ്ടും പരിശോധിക്കണം, സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് പറഞ്ഞ് സർക്കാരിനോട് നിർദ്ദേശം നൽകിയെങ്കിലും ആ സസ്പെൻഷൻ അത് തുടരുകയാണ് സർ ചെയ്യുന്നത്. വിദഗ്ധമായ അന്വേഷണം നടത്തിയതിന് ശേഷം ആ റിപ്പോർട്ട് എന്താണെന്നുള്ളത് കണ്ടതിന് ശേഷം മാത്രം ബാക്കി നടപടികളിലേക്ക് പോകാമെന്നുള്ളതാണ് സർക്കാർ കണ്ടിട്ടുള്ളത്. സർ, ഒരു കാര്യം കൂടി, ഈ കുഞ്ഞിന് മന്ത്രിസഭ 2 ലക്ഷം രൂപ സമാശ്വാസമായിട്ട് അനുവദിച്ചിരുന്നു. അത് കൂടാതെ വനിതാ ശിശു വികസന വകുപ്പിന്റെ 4000 രൂപ ഒരു മാസം ഒരു പിന്തുണ ധനസഹായം എന്നുള്ള നിലയിൽ, അതോടൊപ്പം മറ്റ് ചികിത്സാ സഹായങ്ങളും കുഞ്ഞിന്റെ കൈ വളരുന്ന സ്ഥിതിക്ക് അത് മാറ്റേണ്ടതായിട്ട് വരും. അപ്പൊ അതെങ്ങനെയാണെങ്കിലും അത് ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് സർ. അതോടൊപ്പം തന്നെ ഇതില് ഏത് വിഷയമാണെങ്കിലും സർ, ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ UDF കാലത്തെ കാര്യം പറഞ്ഞല്ലോ സർ, 16 പേർക്ക് മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഇടത്ത് നടപടികൾ എടുത്തത് എത്രയെന്ന് കാണുമ്പോൾ നമുക്ക് അത് അറിയാൻ സാധിക്കും. ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട MLA വായിച്ചല്ലോ സാർ, ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടാണ് അദ്ദേഹം വായിച്ചിട്ടുള്ളത് ശ്രീ വേണുവിന്റെ കേസിൽ സാർ. അപ്പൊ ആരോഗ്യവകുപ്പ് എല്ലാ കാര്യങ്ങളെയും നിഷ്പക്ഷമായി കണ്ടുകൊണ്ട് അതിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അത് തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അതിൽ മുഖം നോക്കാതെയുള്ള നടപടികൾ എടുക്കും. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടിയുണ്ട് സാർ, ഇപ്പോ ആരോഗ്യ പ്രവർത്തകരെ അനാവശ്യമായിട്ട് ആക്രമിക്കുന്നതിന് ഒരു സാഹചര്യം നമ്മൾ തീർച്ചയായിട്ടും ഉണ്ടാക്കാനായിട്ട് പാടില്ല എന്നുള്ളത് കൂടിയുണ്ട് സാർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 8 മണിക്കൂർ രാത്രി ശസ്ത്രക്രിയ ചെയ്ത് നമ്മുടെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ, നിപ്പ മൂലം മരണമടഞ്ഞ ലിനി ഉൾപ്പെടെ ഉള്ളവർ, സിസ്റ്റർ ലിനി ഉൾപ്പെടെയുള്ളവർ, അതുപോലെ കോവിഡ് മൂലം മരണപ്പെട്ടവർ, അങ്ങനെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളിലൂടെയാണ് സാർ കേരളത്തിന്റെ ആരോഗ്യ രംഗം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ അവരുടെ മനോവീര്യം തകർക്കുന്നതിന് വേണ്ടി ഒരു കാരണവശാലും അത് ഇടയാക്കരുത് എന്നുള്ളത് പ്രത്യേകമായിട്ട് സർക്കാർ അതുകൂടി കാണുന്നുണ്ട് സാർ. അതോടൊപ്പം കർശനമായിട്ടുള്ള നടപടികൾ ഇതിൽ സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതും കാണുന്നുണ്ട് സാർ. 2-3 കാര്യങ്ങൾ പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് സാർ. ഒരു മിനിറ്റ് കൂടി സാർ. കേരളത്തിൽ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോ കേരളത്തിലെ സാർ ഒരു മിനിറ്റ് സാർ, കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ UDF കാലവും നമ്മുടെ ഈ LDF കാലവും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ സാർ, ഇവിടെ ബഹുമാനപ്പെട്ട MLA മാർ പറയുകയുണ്ടായി, അന്ന് ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് ഇപ്പം കുണ്ടറ 76 കോടി രൂപ, ഓരോ ആശുപത്രിയിലും കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനമല്ലേ നടക്കുന്നത് സാർ. അന്നത്തെ ആരോഗ്യ മന്ത്രി അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളതിനായിരുന്നു സാർ കേസ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും ആ കേസ് നിലനിൽക്കുന്നുണ്ട് സാർ. അപ്പം ആശുപത്രിയുടെയോ ആരോഗ്യ വകുപ്പിന്റെയോ അസറ്റല്ല, ആസ്തിയല്ല വർദ്ധിച്ചത്, അന്നത്തെ ആരോഗ്യമന്ത്രിയുടെ ആസ്തിയായിരുന്നു എന്നുള്ളതാണ് കേസുകൾ വ്യക്തമാക്കുന്നത് സാർ. അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഉൾപ്പെടെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും സാർ. ഒരു കാര്യം കൂടിയുണ്ട് സാർ, കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢ ലക്ഷ്യമാണ് സർക്കാർ കേരളത്തിലെ പ്രതിപക്ഷത്തിനുള്ളത് സാർ. കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢ ലക്ഷ്യമായിട്ട് സാധിക്കും സാർ. അത് തന്നെയാണ് സാർ ഇതിന്റെ പിന്നിൽ. അവരുടെ കാലത്തെ പോലെ 12 ആശുപത്രികൾ മതിയോ? അവരുടെ കാലത്തെ പോലെ ഒരു ജില്ലാ ആശുപത്രിയിലും കാത്തിലാബില്ലാത്ത സാഹചര്യം ഉണ്ടാകണം. അവരുടെ കാലത്തെ പോലെ ഒരു സർക്കാർ ആശുപത്രിയിലും ശസ്ത്രക്രിയ ഇല്ലാതെ ഉണ്ടാകണോ സാർ? അവരുടെ കാലത്തെ പോലെ സാർ ഒരു ലാബ് ഇല്ലാത്ത, നമ്മൾ കാത്തിലാബിനെ കുറിച്ച് സംസാരിക്കുന്നു സാർ, ഒരു ലാബുകൾ പോലും സ്ഥാപിക്കാൻ കഴിയാത്ത ഒരു കാലമാകണോ സാർ? അവർ ശ്രമിക്കുന്നത് ഈ കാലത്തെ തിരിച്ചു കൊണ്ടുപോകാനാണോ സാർ? അന്നത്തെ സ്ഥിതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. അത് അനുവദിക്കാനായിട്ട് കഴിയില്ല. ഈ സർക്കാർ ജനങ്ങളെ ചേർത്ത് മുന്നോട്ട് പോകുമെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു സാർ.